ഹിന്ദു ദമ്പതികൾക്ക് വിവാഹമോചനം ലഭിക്കാൻ ഏത് നിയമപ്രകാരം കോടതിയെ സമീപിക്കണം? അത്തരത്തിൽ വിവാഹമോചനം ലഭിക്കാൻ നിയമം പറയുന്ന ഗ്രൗണ്ട്സ് എന്തെല്ലാമാണ്? ഇതേക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ലോകോസ്റ്റിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഹിന്ദു മാരേജ് ആക്ട് 1955. 1955 ഹിന്ദു മാരേജ് ആക്ട് നിലവിൽ വന്നത്. ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് എന്നീ മതസ്ഥർക്ക് ഈ നിയമം ബാധകമാണ്. വിവാഹം എന്നത് പവിത്രമായൊരു ബന്ധമാണ്. പരസ്പര ബഹുമാനവും പരസ്പര വിശ്വാസവും ഉണ്ടെങ്കിലേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അതില്ലാതെയാവുമ്പോഴാണ് വിവാഹമോചനത്തെക്കുറിച്ച് പലരും ചിന്തിക്കുന്നത്. ഹിന്ദു ലോ പ്രകാരം അത്തരം വിവാഹമോചനം ലഭിക്കുന്നതിന് വേണ്ട ഗ്രൗണ്ട്സ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. Either the husband or wife can seek the divorce under section 13 of Hindu Marriage Act. വൈഫിനോ ഹസ്ബൻഡിനോ ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ 13 പ്രകാരം ഡിവോഴ്സിന് വേണ്ടി ഫയൽ ചെയ്യാവുന്നതാണ്. What are the grounds of divorce under Hindu Marriage Act? എന്തെല്ലാം ഗ്രൗണ്ട്സിലാണ് ഡിവോഴ്സ് കിട്ടുന്നത് എന്ന് നോക്കാം. അഡൾട്ടറി, ക്രൂവൽറ്റി, conversion to another religion, incurably of unsound mind, suffering continuously or intermittently, venereal disease in a communicable form, renounce the world by entering any religious order, has not been heard of as being alive for a period of 7 years or more, desertion for a period of not less than 2 years. ഇതെല്ലാമാണ് ലീഗൽ ഗ്രൗണ്ട്സ് ഫോർ ഡിവോഴ്സ്. ക്രൂവൽറ്റി എന്താണെന്ന് നോക്കാം. ക്രൂവൽറ്റി സെക്ഷൻ 13 ക്ലോസ് 1 സബ് ക്ലോസ് 1A ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 ക്രൂവൽറ്റിയെ കുറിച്ച് പറയുന്നത്. ആഫ്റ്റർ ദ സോളനൈസേഷൻ ഓഫ് മാരേജ്, ഇഫ് വൺ സ്പൗസ് ട്രീറ്റ്സ് ദ അതർ വിത്ത് ക്രൂവൽറ്റി, ഇറ്റ് ബിക്കംസ് എ വാലിഡ് ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ്. The act does not define cruelty. The interpretation has evolved through judicial decision. Section 13 clause A1 subclause 1A ക്രൂവൽറ്റിയെ കുറിച്ച് പറയുന്നത് എങ്കിലും ക്രൂവൽറ്റിക്ക് ഒരു വ്യക്തമായ ഡെഫിനിഷൻ ഈ ആക്ടിൽ പറയുന്നില്ല. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ വന്നിട്ടുള്ളത് ജുഡീഷ്യൽ ഡിസിഷൻസ് ത്രൂ ആണ്. ക്രൂവൽറ്റി രണ്ടായി ഡിവൈഡ് ചെയ്യാം: ഫിസിക്കൽ ക്രൂവൽറ്റി ആൻഡ് മെന്റൽ ക്രൂവൽറ്റി. Physical cruelty involves bodily harm, physical assault, or acts endangering life and health. ശാരീരികമായി ഉപദ്രവിക്കുന്ന തരത്തിലുള്ളതാണ് ഫിസിക്കൽ ക്രൂവൽറ്റി. മെന്റൽ ക്രൂവൽറ്റി refers to conduct causing mental pain, suffering, or distress that makes it impossible for the petitioner to live with the respondent. മെന്റലി ഒരാളെ ഉപദ്രവിക്കുന്നത്, ഒരു സ്പൗസിനെ ഉപദ്രവിക്കുന്നതിനെയാണ് മെന്റൽ ക്രൂവൽറ്റി എന്ന് പറയുന്നത്. ക്രൂവൽറ്റി ഗ്രൗണ്ടായി വരുന്ന കുറച്ച് കേസ് ലോസ് നോക്കാം. നവീൻ കോഹ്ലി വേഴ്സസ് നീലു കോഹ്ലി in 2006. The Supreme Court held that mental cruelty includes conduct that makes it impossible for spouses to live together. മെന്റൽ ക്രൂവൽറ്റി ഒരു ഗ്രൗണ്ടായി വരുന്ന ഒരു കേസാണ് നവീൻ കോഹ്ലി വേഴ്സസ് നീലു കോഹ്ലി. V. Bhagat versus D. Bhagat. Mental cruelty includes making false and indecent allegations against the spouse's character or morals. മെന്റൽ ക്രൂവൽറ്റിയിൽ പെടുന്നത് എന്താണ് എന്നുള്ളതാണ് ഈ ഒരു കേസിലൂടെ പറയുന്നത്. Making false and indecent allegation against the spouse's character and morals. Mayadevi versus Jagadish Prasad in 2007. Cruelty can be inflicted by either husband or wife. Gender is irrelevant. ഹസ്ബൻഡിനോ വൈഫിനോ ആണെങ്കിൽ പോലും ഈ ഒരു ക്രൂവൽറ്റി എന്ന ഗ്രൗണ്ടിന്റെ പേരിൽ ഡിവോഴ്സ് ചോദിക്കാവുന്നതാണ്. സമർ ഘോഷ് വേഴ്സസ് ജയ ഘോഷ് in 2007. Supreme Court laid down illustrative guidelines to determine what constitutes mental cruelty, including indifference or total disregard for the spouse's obligations, unjustified accusations of unchastity,
denial of marital intercourse without valid reason, long period of separation leading to irretrievable breakdown. ഭർത്താവിനോ ഭാര്യയോടോ ഉള്ള ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും മനഃപൂർവ്വവും അവഗണിക്കുക, അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, അതുപോലെ ദീർഘകാലം വേർപിരിഞ്ഞു നിൽക്കുക, യാതൊരു കാരണവും കൂടാതെ വേർപിരിഞ്ഞു നിൽക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളും മെന്റൽ ക്രൂവൽറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ് എന്നാണ് ഈ ഒരു കേസിലൂടെ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ഗ്രൗണ്ട് ആണ് അഡൾട്ടറി. സെക്ഷൻ 13 ക്ലോസ് 1 സബ് ക്ലോസ് 1 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 അഡൾട്ടറിയെ കുറിച്ച് പറയുന്നത്. എ മാരേജ് may be dissolved by a decree of divorce on the ground that after the solemnization of the marriage, the respondent has had voluntary sexual intercourse with any person other than his or her spouse. വിവാഹം നടന്നതിന് ശേഷം പ്രതി തന്റെ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയെയോ അല്ലാതെ മറ്റൊരാളുമായി സ്വമേധയാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് അഡൾട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു പ്രൂവ് അഡൾട്ടറി പ്രൂവ് ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിരിക്കണം. ആഫ്റ്റർ ദി സോൾമനൈസേഷൻ ഓഫ് മാരേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അഡൾട്ടറി എന്ന ഗ്രൗണ്ടിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. വോളണ്ടറി സെക്ഷൽ ഇന്റർകോഴ്സ്, നോട്ട് ഫോഴ്സ്ഡ്, സ്വമേധയാ ഉള്ള സമ്മതത്തോടു കൂടിയുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് ആയിരിക്കണം. ഒരിക്കലും ഫോഴ്സ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കരുത്, അതായത് റേപ്പ് പോലുള്ള കാര്യങ്ങളായിരിക്കരുത്. വിത്ത് പേഴ്സൺ അതർ ദാൻ സ്പൗസ് അല്ലാതെ മറ്റൊരാളുമായി ഉള്ള സെക്ഷൽ ഇന്റർകോഴ്സ് ആയിരിക്കണം. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഈസ് ഇനഫ്. ഇവിടെ ഡയറക്റ്റ് എവിഡൻസിന്റെ ആവശ്യമില്ല. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സ്ട്രോങ് ആണെങ്കിൽ അഡൾട്ടറി പ്രൂവ് ചെയ്യാൻ പറ്റും. അഡൾട്ടറി ഗ്രൗണ്ട് ആയി വരുന്ന 1-2 കേസ് ലോസ് നോക്കാം. രേവതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1988. Supreme Court held that Section 497 IPC treated both spouses equally under the Hindu Marriage Act. Either husband or wife can seek divorce for adultery by the other. ഈ ഒരു കേസിൽ പറയുന്നത് ഹസ്ബൻഡിനോ വൈഫിനോ അഡൾട്ടറി ഒരു ഗ്രൗണ്ട് ആയിട്ട് ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. സെക്ഷൻ 497 IPC നൗ റിപ്പീൽഡ് ആണ്. Joseph Shine versus Union of India in 2019. This is a landmark judgment where Section 497 IPC was struck down as unconstitutional. However, the court clarified that though adultery is no longer a criminal offense, it remains a valid ground for divorce under Hindu Marriage Act. Adultery ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല എങ്കിൽ പോലും ഇതൊരു ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് പരിഗണിക്കാം എന്നാണ് ഈ ഒരു കേസിൽ പറയുന്നത്. നെക്സ്റ്റ് ഗ്രൗണ്ട് കൺവേർഷൻ ടു അനദർ റിലീജിയൻ. സെക്ഷൻ 13 ക്ലോസ് 1 സബ് ക്ലോസ് 2 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 കൺവേർഷൻ ടു അനദർ റിലീജിയനെ കുറിച്ച് പറയുന്നത്. A marriage may be dissolved by a decree of divorce if the other party has ceased to be Hindu by conversion to another religion. ഈ കൺവേർഷൻ എങ്ങനെയുള്ളതായിരിക്കണം? ആക്ച്വൽ കൺവേർഷൻ ആയിരിക്കണം. മസ്റ്റ് ബി ആക്ച്വൽ കൺവേർഷൻ. മസ്റ്റ് ബി വോളണ്ടറി. മറ്റൊരാളുടെ ഫോഴ്സ് ചെയ്തിട്ടോ ഉള്ള കൺവേർഷൻ ആയിരിക്കരുത്. ആക്ച്വൽ ആയിരിക്കണം, ടെമ്പററി ആയിരിക്കരുത്. ഒരു കേസിൽ നോക്കാം. പെരുമാൾ നടാർ വേഴ്സസ് പൊന്നുസ്വാമി 1971. Conversion must involve bona fide acceptance of new religion. Mere change of name or ceremony is not sufficient proof. Next ground, unsoundness of mind. Section 13 clause subclause 3 of Hindu Marriage Act 1955 unsoundness of mind ne kurichu parayunnathu. Has been incurably of unsound mind or has been suffering continuously or intermittently from mental disorder. ഏതെങ്കിലും സ്പൗസിന് മെന്റൽ ഡിസോർഡർ ഉള്ളതായി തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കണ്ടിന്യൂസ്ലി ഓർ ഇന്റർമിറ്റന്റ്ലി ആയ മെന്റൽ ഡിസോർഡർ ആണെങ്കിൽ
അതൊരു ഗ്രൗണ്ടായിട്ട് ഡിവോഴ്സിന് പരിഗണിക്കാം. ഈ ഒരു ഗ്രൗണ്ട് ഫുൾഫിൽ ചെയ്യുന്നതിനായി എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ടെന്ന് നോക്കാം. മെന്റൽ ഇൽനെസ് ഈസ് പെർമനന്റ് ഓർ ഹാസ് നോ ചാൻസ് ഓഫ് റിക്കവറി. മെന്റൽ ഇൽനെസ് പെർമനന്റ് ആയതും ഒരിക്കലും റിക്കവർ ചെയ്യാത്തതുമായിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിന്റെ കീഴിൽ വരും. സഫറിങ് കണ്ടിന്യൂസ്ലി ഓർ ഇന്റർമിറ്റന്റ്ലി. ഇത്തരത്തിൽ കാണുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആണ്, അതുപോലെ കൃത്യമായ ഇടവേളകളിൽ അത് റിപ്പീറ്റ് ചെയ്തു വരുന്ന തരത്തിലുള്ളതാണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിന്റെ കീഴിൽ വരും. ടെമ്പററി ഡിപ്രഷൻ, ആങ്കർ ഓർ എക്സിൻട്രിസിറ്റി ഈസ് നോട്ട് ഇനഫ്. താൽക്കാലികമായി ഉണ്ടാകുന്ന ഡിപ്രഷൻ, ആങ്കർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഗ്രൗണ്ടിന്റെ കീഴിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഗ്രൗണ്ട് ആണ് വെനേറിയൽ ഡിസീസ് ഇൻ എ കമ്മ്യൂണിക്കബിൾ ഫോം. സെക്ഷൻ 13 ക്ലോസ് 1 സബ് ക്ലോസ് 4 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 ഇതിനെ കുറിച്ച് പറയുന്നത്. ഹാസ് ബീൻ സഫറിംഗ് ഫ്രം വെനേറിയൽ ഡിസീസ് ഇൻ എ കമ്മ്യൂണിക്കബിൾ ഫോം. വെനേറിയൽ ഡിസീസ് സ്പൗസിന് ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡിവോഴ്സിനുള്ള കാരണമായി പരിഗണിക്കാം. വെനേറിയൽ ഡിസീസ് ഒരു ഗ്രൗണ്ടായി പരിഗണിക്കണമെങ്കിൽ ദ ഡിസീസ് മസ്റ്റ് ബി ആക്റ്റീവ് ആൻഡ് കണ്ടേജിയസ് ആയിരിക്കണം. മെഡിക്കൽ എവിഡൻസ് ഈസ് മാൻഡേറ്ററി. നെക്സ്റ്റ് ഗ്രൗണ്ട് റെനൗൺസിയേഷൻ ഓഫ് ദ വേർഡ്. സെക്ഷൻ 13 ക്ലോസ് 1 സബ് ക്ലോസ് 5 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 ഈ ഒരു ഗ്രൗണ്ട് പറയുന്നത്. has renounced the world by entering any religious order. Renunciation എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? A spouse abandoning worldly life to become a monk, ascetic or to join a religious order. Renunciation of the world means the person voluntarily gives up all family obligations including marital and household responsibilities. The renunciation is genuine and permanent, not temporary or symbolic. ലൗകിക ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസ ജീവിതം പോലുള്ള മാർഗം സ്വീകരിക്കുന്നതിനെയാണ് റെനൗൺസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗ്രൗണ്ട് ആണ് പ്രിസംപ്ഷൻ ഓഫ് ഡെത്ത്. സെക്ഷൻ 13 ക്ലോസ് 1 സബ് ക്ലോസ് 6 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 പ്രിസംപ്ഷൻ ഓഫ് ഡെത്തിനെ കുറിച്ച് പറയുന്നത്. ഹാസ് നോട്ട് ബീൻ ഹേർഡ് ഓഫ് ആസ് ബീയിങ് അലൈവ് ഫോർ എ പീരീഡ് ഓഫ് 7 years or more. 7 വർഷമായിട്ട് സ്പൗസിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എങ്കിൽ ആളെ മരിച്ചതായി കണക്കാക്കിക്കൊണ്ട് ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഗ്രൗണ്ട് ഡെസേർഷൻ. സെക്ഷൻ 13 ക്ലോസ് 1 സബ് ക്ലോസ് 1B ഹിന്ദു മാരേജ് ആക്ട് 1955 ഡെസേർഷനെ കുറിച്ച് പറയുന്നത്. has deserted the petitioner for a continuous period of not less than 2 years immediately preceding the presentation of the petition. സ്പൗസിനെ കണ്ടിന്യൂസ് ആയി 2 വർഷത്തിൽ കുറയാതെ അകന്നു നിൽക്കുകയാണെങ്കിൽ അതിനെ ഡെസേർഷൻ എന്ന ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. The abandonment must be intentional and voluntary. Desertion must continue for at least 2 years immediately before filing the petition. Separation without valid justification. യാതൊരു കാരണങ്ങളും കൂടാതെ സ്വമേധയാ മാറി നിൽക്കുന്നതിന്, അത് 2 വർഷത്തോളം കണ്ടിന്യൂസ് ആയി മാറി നിൽക്കുകയാണെങ്കിൽ സ്പൗസിനെ ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള ഡിവോഴ്സിന്റെ ഗ്രൗണ്ട്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ 2015 രാഹുൽ മാരീഡ് അഞ്ജലി അണ്ടർ ഹിന്ദു റൈറ്റ്സ്. ഇൻ 2017 അഞ്ജലി ലെഫ്റ്റ് ദ മാട്രിമോണിയൽ ഹോം ഫോർ unknown reason. Despite repeated efforts by Rahul, including letters, phone calls and contacting relatives, he has not heard from Anjali for the past 8 years. The question is, can Rahul file for divorce under the Hindu Marriage Act? If yes, under which ground?
Drop your answer in comments. Thank you for watching Locust. എന്തെങ്കിലും ഡൗട്ട്സോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക് യു.